കാസർഗോഡിന്റെ അത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമുള്ള കേരളത്തിൽ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. പത്താഴ്ച കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിച്ചു അല്ലെ? സത്യമല്ലേ? അത് എന്താണ് ആഗ്രഹിക്കാനും ഇപ്പൊ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും കാരണം? അത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട അസ്കർ, നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറേയായി. ഈ പൊതുപ്രവർത്തന മേഖലയിൽ കാസർഗോഡ് കുറച്ചായിട്ട് ഞാൻ സജീവമാണ്, എക്സ്പെഷ്യലി സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ കാലങ്ങളായിട്ട് ഇവിടെ എല്ലാ ഇലക്ഷനും വരുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ വികസനമല്ല ചർച്ച ചെയ്യുന്നത്. അവസാനമായിട്ട് വരുമ്പോൾ അവർ എന്ത് പറയുമെന്ന് പറഞ്ഞാൽ BJP ബന്നറു എന്ന് പറയുന്നുള്ള ഒരു ഡയലോഗും കൊണ്ട് ഒരു കാർഡ് ഇട്ടിട്ട് അവർ വരും. അപ്പോൾ അവർ വന്നതിന് ശേഷം ആൾക്കാരൊക്കെ ഭയങ്കര പരിഭ്രാന്തിയിലായി. അപ്പൊ നമ്മുടെ നാട്ടിലെ വികസനം ഒന്നും പറയാനില്ല. ഈ ജയിച്ച MLA നേരെ തിരുവനന്തപുരം പോയിട്ട് 5 കൊല്ലം ഉറങ്ങിയിട്ട് തിരിച്ചിട്ട് അടുത്ത 5 കൊല്ലം വരുമ്പോൾ പിന്നെയും ഇതേ കാർഡാണ് ഇടുന്നത്. അപ്പൊ അതിനൊരു മാറ്റം വേണമെന്നിട്ടാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ പ്രഖ്യാപിച്ചത്. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ ആൾക്കാർക്ക് വളരെയേറെ പിന്നെ ഡൗട്ടും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാല് പിന്നെ ഫത്ത മത്സരിച്ചിട്ട് എന്താണ് ഇടാന്ന്, ഫത്താന്റെ പിന്നിൽ ആരുള്ളത്? ആരുമില്ല, പാർട്ടിയില്ല, അതുപോലെ തന്നെ കുറെ ആൾക്കാരൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കൊരു ധൈര്യമുണ്ട്. കാസർഗോഡ് നല്ലവരായ കുറെ ജനങ്ങളുണ്ട്, അവരെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് ലഭിക്കും എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഈ വരാൻ പോകുന്നുള്ള ഇലക്ഷനിലെ കാര്യത്തിലും എൻ്റെ വോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, ഇപ്പോ ടൂറിസം മേഖല കാസർഗോഡ് മണ്ഡലത്തില് ഇപ്പൊ തളങ്കര, അതേപോലെ നെല്ലിക്കുന്ന്, പിന്നെ ഫോർട്ട് റോഡ്, ഒരു കോട്ടയുണ്ട്. അപ്പോ MLA ആയിട്ട് വന്നാൽ പത്താഴ്ച ഈ ടൂറിസം ഏരിയകളെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അസ്കർ പറഞ്ഞത് കാസർഗോഡിന്റെ ടൂറിസം വികസനത്തിനുള്ള ഒരു ഇതാണ്. കാസർഗോഡിന്റെ അത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമുള്ള കേരളത്തിൽ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. അത്ര നല്ല പുഴയോരും അത്ര നല്ല കടലോരും അത്ര നല്ല ബ്യൂട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് നമുക്കുള്ളത്. പക്ഷെ അൺടച്ചബിൾ, ആരും ടച്ച് ആക്കിയിട്ടില്ല. നമുക്ക് കോഴിക്കോട് ബീച്ച് അപ്പോൾ എല്ലാവരും പോയിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്, നല്ല മനോഹരമായ ബീച്ചാണ്. കോഴിക്കോട് പട്ടണത്തിന്റെ ബിസിനസിന്റെ നല്ലൊരു ഭാഗവും കോഴിക്കോട് ബീച്ചിൽ നിന്ന് വരുന്നുള്ള ആൾക്കാരതാണ്. അതേപോലെ കാസർഗോഡ് കസബ കടപ്പുറത്ത് നിന്ന് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം പുളിമൂട് വരെ, തളങ്കര പുളിമൂട് വരെ അതിനേക്കാളും ഭംഗിയുള്ള ഒരു ബീച്ചാക്കി നമുക്ക് മാറ്റാൻ പറ്റും.